ഇതെന്തോ വളത്തിൻ്റെ ഗോഡൗണാണ്. ഇവിടെ വെള്ളത്തിൻ്റെ സെറ്റപ്പാണ്. ഞാനിപ്പോൾ ടെൻ്റ് അടിച്ചിട്ടാണ് താമസിച്ചത്. ഞാൻ കാണിച്ചു തരാം. ചാർലി ഇവിടെ ഉണ്ട്. ഇതൊരു വയലിൻ്റെ നടുക്കാണ്. നമ്മളിന്നലെ ഈ വയലിൻ്റെ നടുക്കാണ് ടെൻ്റടിച്ച് സ്റ്റേ ചെയ്ത്. നമ്മൾ ആദ്യം താമസിക്കാൻ പോയെടുത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. അതുകൊണ്ട് പിന്നെ അവിടെ ഓടി, അവിടെ നിന്നില്ല. പിന്നെ അവിടെ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് റൂട്ടൊന്നും മനസ്സിലായില്ല, അങ്ങ് പോന്നു. അതിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു വയലിൻ്റെ നടുക്ക് ഒരു വെള്ളമൊക്കെ വീഴുന്നത്, അല്ലെങ്കിൽ ഇന്ന് വെള്ളം പമ്പ് ചെയ്ത് വീട്ടിലാണ്. ബോർവെല്ലായിരിക്കാം. ഇത് ഹരിയാനയുടെ സൈഡിലാണ്. ഇനിയിപ്പോൾ ഇവിടെ നേരെ ഡൽഹിയിലോട്ട് ഏകദേശം ഒരു 150 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. പാടങ്ങളാണ് കേട്ടോ. എൻ്റെ ആദ്യമായിട്ട് കുറച്ച് ഡ്രോൺ ഫോട്ടോകൾ എടുത്തു. സൂപ്പർ, നല്ല നോക്കത്താ ദൂരത്തും പാടങ്ങളാണ്, വയലുകൾ. ആ വയലിൻ്റെ നടുക്കോടുള്ള ഒരു മൺ റോഡാണിത്. ഓക്കെ, ഇതെന്ത് മരമാണെന്ന് അറിയത്തില്ല, എന്ത് ചെറിയ കായൊക്കെ. ഇതന്നെ, ഇതാണ് ഇതിൻ്റെ കാ. ഇത്രയും നേരം വെള്ളം അടിച്ചില്ല, ഇതാ ഇപ്പോഴാണ് വെള്ളം അടിച്ചത്. വെള്ളം വരുന്നുണ്ട്. ഇത് വയലിലോട്ട് വെള്ളം പമ്പ് ചെയ്യുന്നതാണ്. അല്ല, ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം. ടയർ വീണ്ടും പഞ്ചറായോ? എനിക്കൊരു പേടിയുണ്ട്. ഇന്നലെ രാത്രി വന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ. പഞ്ചാബിലോട്ടൊക്കെ കയറുമ്പോൾ വയൽ കാണുമ്പോൾ ഒരു കൗതുകമായിരുന്നു, ഒരു ആകാംക്ഷ, ഒരു പ്രത്യേക ഇഷ്ടം. ഇതിപ്പം 500 കിലോമീറ്റർ ഇത് കണ്ട് മടുത്തു. ആ വണ്ടിയുടെ വലിപ്പം നോക്കിയേ, ഇതെന്താണിത്? ഇതിനകത്ത് വൈക്കോലാണ്. അത് വലിക്കുന്ന ഒരു ട്രാക്ടറാണ്. പക്ഷെ എന്ത് വലിപ്പം നോക്കിയത്. അതായത് ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലോട്ട് പോകുന്ന ഹൈവേ ആണിത്. ഇത് എത്ര? 1, 2, 3, 4, 8 വരി പാതയാണ്. 8, 2, 10 വരി പാതയാണ്. ഹരിയാനയിൽ ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് കൂടുതൽ കണ്ടിട്ടുണ്ട് കോഴി ഫാമുകൾ ഒക്കെയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹരിയാനയുടെ സൈഡിലാണ്. രാവിലത്തെ ആ ഒരു തിരക്കൊക്കെ റോഡിൽ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കൂടുതലും ആൾക്കാർ ഡൽഹിയിലോട്ടൊക്കെ പോകുന്നതായിരിക്കാം, ഡൽഹിയിലോട്ടുള്ള ജോലിക്കൊക്കെ വേണ്ടി പോകുന്നതായിരിക്കാം.
ആദ്യം കോഫി വന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഡൽഹിയിലോട്ട് അടുക്കും തോറും ട്രാഫിക്കിൻ്റെ നീളം കൂടിക്കൂടി വരിക. ഏകദേശം ഹരിയാന ന്യൂഡൽഹി ഹൈവേയിലാണുള്ളത്. മൊത്തം ട്രാഫിക്കാണ്. ആംബുലൻസ് അടക്കം ഇതിനകത്ത് കുടുങ്ങി കിടക്കുക. 3 ആംബുലൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണം മാത്രമേ ഊരിപ്പോയുള്ളൂ. ഒരെണ്ണം ഇപ്പോഴും ട്രാഫിക്കിൽ കിടക്കുക. ആംബുലൻസ് ഒക്കെ ഇവിടെ ചെറിയ വണ്ടികളെ പറ്റുള്ളൂ. ഈ വലിയ വണ്ടിയാണ് ഊരിപ്പോകാത്തത്. ചെറുത് കണ്ട, ചെറുത് ഇടയ്ക്കിടെ കുത്തിക്കയറ്റി കയറിപ്പോയി. വലിയ വണ്ടിയൊക്കെ അവിടെ കിടക്കുക. മൊത്തം ചൂട്. ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു വണ്ടിക്കാർ സൈഡ് കൊടുക്കൂല. അല്ല, ഈ ട്രാഫിക്കിൽ ഇത്രയും നേരം കിടന്നിട്ട് എല്ലാവരും ഈ ആംബുലൻസിന് വേണ്ടി ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കുത്തി കയറ്റി പോകും. നമ്മളിപ്പോൾ ഏറെക്കുറെ ഡൽഹിയോട് അടുത്ത് കഴിഞ്ഞു. ഇതൊക്കെ ഓരോ കോളനികളാണ്. എന്ത് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്പേസ് അല്ലേ. ഞാനീ ഹരിയാന ഡൽഹി സൈഡിലൊക്കെ ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ വേസ്റ്റുകളുണ്ടല്ലോ, അതെല്ലാം ഈ പുഴയിലാണ് കൊണ്ട് തട്ടുന്നത്. അത് രാത്രിയൊന്നോ പകലത്തോ ഇല്ല, പരസ്യമായിട്ട്. അങ്ങനത്തെ ഒരു മറയോ അങ്ങനത്തെ ഒരു നിയന്ത്രണങ്ങളൊന്നുമില്ല. സെപ്റ്റിക് ടാങ്കിൻ്റെ, അതായത് ഹരിയാനയിലെ കണ്ടേക്കുന്നത് വലിയ, അതായത് 2-3 ഈ ടാങ്കറുകളാണ് കൊണ്ട് വെള്ളം തട്ടുന്നത്. ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ വാഴയിലൊക്കെ കൊണ്ട്. ഡൽഹിയിലെ തിരക്കുകൾ ഇനി കൂടുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നേരെ ചെന്ന് വണ്ടി കേരളത്തിലേക്ക് പാർസൽ ചെയ്യണം. അതിനുള്ള കുറച്ച് കടമ്പകളൊക്കെ ഉണ്ട്. നമ്മളുടെ പ്ലാനിങ്ങിലുണ്ടായിരുന്ന 3 സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന. ഞാനിത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് രാജസ്ഥാനിൽ കൂടിയാണ്. രാജസ്ഥാനാണ് കുറച്ചുകൂടെ വലിയൊരു സംസ്ഥാനം ഇന്ത്യയിൽ. അപ്പോൾ ഏറെക്കുറെ ഒരു 1800-2000 കിലോമീറ്ററോളം ഞാൻ രാജസ്ഥാനിൽ കൂടെ യാത്ര ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തം ഒരു 3000 കിലോമീറ്റർ മുകളിൽ നമ്മൾ യാത്ര ചെയ്തു ഈ 3 സംസ്ഥാനങ്ങളിലൂടെ. തിരിച്ച് നമ്മളിപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി നേരെ കേരളത്തിലേക്ക് പാർസൽ ചെയ്യണം. അതിനുള്ള കുറച്ച് പണികളുണ്ട്. ഡൽഹിയിലെ തിരക്കുകൾ, ചൂട്, ട്രാഫിക്ക്, കുറേ നല്ല മെമ്മറീസ് നമുക്ക് ഈ യാത്ര കിട്ടി. നമുക്ക് മരുഭൂമിയിലെ ഒരു ഹട്ടിലെ താമസം, രാജസ്ഥാനിലെ ചായ, കൊട്ടാരങ്ങൾ, മരുഭൂമി, പഞ്ചാബിലെ ഹരിയാനയിലെ നെൽപ്പാടങ്ങൾ അല്ലേ, കുറേ ഗ്രാമീണർ, വ്യത്യസ്തമായിട്ടുള്ള കുറേ ആചാരങ്ങൾ കാണാൻ പറ്റി അല്ലേ. രാജസ്ഥാനിൽ എന്താണ് റാറ്റ് ടെമ്പിള്, അതേപോലെ ബുള്ളറ്റ് ക്ഷേത്രം, പഞ്ചാബികളിലെ ഏറ്റവും സുവർണ ക്ഷേത്രം, ഗോൾഡൻ ടെമ്പിള്, അങ്ങനെ ഒരുപാട് മെമ്മറീസ് നമുക്ക് കിട്ടി. കുറേ ഗ്രാമീണരെ കാണാൻ പറ്റി. പഞ്ചാബിലെ സിഖുകാരുടെ വസ്ത്രധാരണ രീതികൾ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയായിരുന്നു. ഒട്ടും മറക്കാൻ പറ്റാത്തത് അമൃത്സറിലെ ട്രാഫിക്കും അവിടുത്തെ ഹോണടി ബഹളമൊക്കെയാണ്. എനിവേ തിരിച്ച് നമ്മൾ ഡൽഹിയിലെത്തി. അപ്പോൾ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു യാത്ര വീണ്ടും കാണാം. ബൈ.
എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് പച്ചക്കറി